യേശുവിന്റെ രണ്ടാം ആഗമനത്തെ പറ്റിയുള്ള വളരെ വ്യക്തമായി ഈശോ വിശുദ്ധ ബൈബിൾ അനേകം സ്ഥലങ്ങളിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ സ്വർഗാരോഹണ സമയത്ത്, അതായത് ഈശോ കുരിശിൽ മരിച്ചു, മൂന്നാം ദിവസം ദൈവം യേശുവിനെ ഉയർപ്പിച്ചു. ഈശോ 40-ാം ദിവസം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. ഈ സ്വർഗാരോഹണത്തിന് തൊട്ട് മുൻപ് ഇതിന് സാക്ഷ്യം വഹിക്കുവാൻ അനേകം ശിഷ്യഗണങ്ങൾ, അനേകം ജനസമൂഹം യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. ഈശോ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ നിന്നും ദൂതന്മാർ ഇറങ്ങി വന്നു. അവർ ചോദിക്കുന്നു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളിൽ നിന്നും സംഭവിക്കപ്പെട്ട യേശു നിങ്ങൾ കണ്ടതുപോലെ തന്നെ വീണ്ടും വരും. അതെ, അവൻ വീണ്ടും വരും. യേശുവിന്റെ രണ്ടാം ആഗമനം അത് സുനിശ്ചിതമാണ്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഈശോ വ്യക്തമായി പറയുന്നു, എന്റെ രണ്ടാം ആഗമനത്തിൽ ഞാൻ വരുന്നത് കരുണയുടെ രാജാവായിട്ടല്ല, നീതിയുടെ രാജാവായിട്ടാണ്. നീതിയുടെ വിധിയാളനായ രാജാവായിട്ടാണ് ഞാൻ വരുന്നത്. ദൈവം നീതിയോടെ വിധിച്ചാൽ ആർക്ക് രക്ഷ നേടാൻ സാധിക്കും? ഈശോ പറയുന്നു, ഇപ്പോ ദൈവ കരുണയുടെ സമയം. എത്ര വലിയ പാപിയാണെങ്കിലും, നീ എത്ര തകർന്നവനാണെങ്കിലും, എത്ര അധപതിച്ചവനാണെങ്കിലും, എന്റെ കരുണയിലൂടെ നിനക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കും. സഹോദരങ്ങളെ, ഈശോ നമുക്ക് നേടിത്തന്ന ഈ രക്ഷ അത് സ്വന്തമാക്കാൻ വേണ്ടി ഈശോ നൽകിയ സംവിധാനമാണ് തിരുസഭ. തന്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസിന് ഈശോ പറയുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അടിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അടിക്കപ്പെട്ടിരിക്കും. അതെ, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നൽകിക്കൊണ്ട് മനുഷ്യന്റെ പാപങ്ങളിൽ നിന്നും അവനെ മോചിപ്പിക്കാൻ വേണ്ടി, അവന്റെ പരിപൂർണ്ണ വിശുദ്ധീകരണത്തിന് വേണ്ടി, അവന്റെ നിത്യജീവൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും നൽകിക്കൊണ്ട് തിരുസഭ ഈശോ സ്ഥാപിച്ചു. അതിന്റെ പരികർമ്മം അവിടുന്ന് തിരുസഭയെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ അനന്തമായ കരുണയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുവൻ പോലും നശിച്ചു പോകാതെ